ഒരു ഒന്നോ രണ്ടോ നല്ല ഇന്നിങ്സ് മതി, മോശം പേരുകളെല്ലാം കഴുകിക്കളയാനും ഒറ്റ ഇന്നിങ്സ് മതി. അപ്പം അതിനുള്ള അവസരവും സഞ്ജുവിന് ഇനി ഉണ്ട്. തിരുവനന്തപുരത്തെ മാച്ചിലടക്കം ഈ പരമ്പരയിലെ ഓരോ മാച്ചിലും ഇന്ത്യയുടെ മത്സരങ്ങളെക്കാളും ആരാധകർ കൂടുതൽ നോക്കിയത് സഞ്ജുവിൻ്റെ പെർഫോമൻസാണ്. അത്തരത്തിലൊരു കടുത്ത പ്രഷർ സിറ്റുവേഷനാണ് സഞ്ജു കളിച്ചത്. അതിൽ ആ പ്രഷറിനെ അതിജീവിക്കാൻ ഒരു ചാമ്പ്യൻ പ്ലെയർ എപ്പോഴും പ്രഷറിനെ തീർച്ചയായിട്ടും അതിജീവിക്കണം. സഞ്ജുവിനത് സാധിച്ചില്ല. അവിടെയാണ് കിഷന് അവസരം വരുന്നത്. കിഷൻ നല്ല രീതിയിൽ അത് വിനിയോഗിക്കുന്നു. തീർച്ചയായിട്ടും ലോകകപ്പിൽ ഫസ്റ്റ് ലെവലിൽ ഇഷാൻ കിഷൻ ആയിരിക്കും. അപ്പോൾ സഞ്ജുവിന് ഇനി ലോകകപ്പിൽ എവിടെ സ്പോട്ട് വാട്ടർ ബോയ് ആവുമെന്നാണ് ഒരു സംശയം. കാര്യം വെച്ചാൽ സഞ്ജുവിന് എവിടെയാണ് നമ്മൾ സ്പോട്ട് വെക്കുന്നത്? ഫിനിഷർ ആവുന്നില്ല, ഓപ്പണിങ്ങിൽ പരാജയപ്പെട്ടു. എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ സഞ്ജുവിനെ ഓപ്പണിംഗ് ഇറക്കും. ആദ്യത്തെ 1-2 കളി ഇറക്കി പരീക്ഷിക്കും. അതിലും സഞ്ജു ഒരു വലിയ ടൂർണമെന്റ് ഇങ്ങനെ പരീക്ഷണത്തിനൊക്കെ ഇന്ത്യൻ ടീം മാനേജർ നിൽക്കുമെന്ന് അറിയാൻ പറ്റില്ല. മാറാൻ ചാൻസ് കുറവാണ്. ഇങ്ങനെ ആദ്യം കാരണം ഇത്ര പ്ലേയിങ് ലെവലിൽ ഇത്ര കളിച്ച ഒരു പ്ലെയറിനെ അത്ര പെട്ടെന്നൊന്നും അവർ ഒഴിവാക്കാൻ വഴിയില്ല. പക്ഷെ ഇനി ഇപ്പോഴത്തെ മാനേജ്മെന്റ് ഇനി ഗൗതം ഗംഭീറിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് മുന്നോട്ട് കൊണ്ടുവന്ന് പറയാൻ പറ്റൂല. സഞ്ജുവിന്റെ കാര്യത്തിൽ എനിക്ക് ലോകകപ്പ് ടീമിൽ ഫൈനൽ ലെവലിൽ സഞ്ജുവിന് എത്രത്തോളം സാധ്യതയുള്ളത് എനിക്ക് വളരെ തുച്ഛമായ സാധ്യതയാണ് കാണാൻ. കാരണം വെച്ചാൽ ഇന്ത്യയിലാണ് ലോകകപ്പ്, ഇന്ത്യയിലാണ് ഇന്ത്യ എല്ലാ മാച്ചും കളിക്കുന്നത്. ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷം ജനുവരി അവസാനവും ഫെബ്രുവരി ആദ്യമായിട്ട് നടന്ന ഇംഗ്ലണ്ടിനെതിരായുള്ള പരമ്പര ഉണ്ടല്ലോ, അത് ഇന്ത്യയിലായിരുന്നു. അവിടെ 5 മാച്ചിൽ 4 മാച്ചിലും സഞ്ജു കളിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ 3 തവണ ജോഫ്ര ആർച്ചറുടെ പന്തിൽ ഔട്ടായി. ഷോർട്ട് പിച്ചുകളിലാണ് ഔട്ടായത്. ഷോർട്ട് പിച്ചുകളിൽ മാർക്ക് വുഡിന്റെ ബോളിൽ ഔട്ടായി. ഇവിടെ ഈ കളിച്ചപ്പം ജാമിയസനും മാറ്റ് ഹെൻറിയും ഫെർഗ്യൂസനും എല്ലാം സഞ്ജുവിനെ വളരെ അനായാസം പുറത്തായി കഴിഞ്ഞു. അതായത് സഞ്ജു കളിച്ചതെല്ലാം ഷോർട്ട് സെലക്ഷൻ എല്ലാം ദുരന്തമായിരുന്നു. ഒരു കളി പോലും സഞ്ജു ഒരു നല്ലൊരു ഷോർട്ട് സെലക്ഷൻ കൊണ്ട് ഔട്ടായിട്ടില്ല. ഇതിൽ ആകെ ഒരു സാന്റനർ, ഒരു മാറ്റ് ഹെൻറി പറഞ്ഞ 2 ബോളിൽ മാത്രമാണ് സഞ്ജു ഒരു കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ബോളിൽ ഔട്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കി ഉള്ള കളികൾ സഞ്ജു ഭയങ്കര ലൂസായിട്ട് കളിച്ചത്. അതായത് എന്തോ ഒരു പിഴവ് അവിടെ ബാറ്റിംഗ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു സഞ്ജുവിന്.